PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫെബ്രുവരി 7-ാം തീയതി പരീക്ഷയാണെന്ന് അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ഇത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതൊന്നുമല്ല. ഇതിനു മുൻപ് കുറച്ച് മുൻപ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും തിരഞ്ഞെടുത്ത് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പല വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞ് കണ്ടുപിടിച്ച് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഞാൻ 2 മണിക്കൂറുള്ള ഒരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി LGS മെയിൻസുകാർക്ക് മാത്രമല്ല, വരാനിരിക്കുന്ന LDC, LGS ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിലും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ അത് മുഴുവനായിട്ടും വീഡിയോ കാണുക. നോട്ട് പറ്റുവാണെങ്കിൽ നോട്ട് തയ്യാറാക്കി പഠിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് കേട്ടിട്ടെങ്കിലും ക്ലാസ് മുഴുവനായിട്ട് ഇരുന്നൊന്ന് കേൾക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ക്ലാസ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വളരെ വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം. അപ്പോൾ നമുക്ക് ഉത്തര മഹാസമതലത്തെക്കുറിച്ചും ബാക്കിയുള്ള 3 ഓപ്ഷനെ കുറിച്ചും ഒന്ന് നോക്കാം. ഉത്തര മഹാസമതലം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ എവിടെയാണ് ഉത്തര മഹാസമതലം സ്ഥിതി ചെയ്യുന്നത്? ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കായും സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലം. ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കായും സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലം. അതുപോലെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെയും അവയുടെ പോഷക നദികളുടെയും അവസാദ നിക്ഷേപ ഫലമായിട്ട് രൂപം കൊണ്ട സമതല പ്രദേശം കൂടിയാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെയും അവയുടെ പോഷക നദികളുടെയും അവസാദ നിക്ഷേപ ഫലമായി രൂപം കൊണ്ട സമതല പ്രദേശമാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട മണ്ണിനം ഏതാണ്? ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് എക്കൽ മണ്ണിനാൽ സമ്പുഷ്ടമായ പ്രദേശമാണ് ഉത്തര മഹാസമതലം. എക്കൽ മണ്ണിനാൽ സമ്പുഷ്ടമായ പ്രദേശം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതും ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ഉത്തര മഹാസമതലം തന്നെയാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. സത്ലജ് സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തര മഹാസമതലത്തിലാണ്. സത്ലജ് സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഉത്തര മഹാസമതലത്തിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഗംഗാ സമതലത്തിന് കീഴ്ഭാഗത്തായി രൂപം കൊള്ളുന്ന ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സുന്ദർബൻ ഡെൽറ്റയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സുന്ദർബൻ ഡെൽറ്റയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഉത്തര മഹാസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ് ഉത്തര മഹാസമതലത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഉത്തര മഹാസമതലത്തിലെ പ്രധാനപ്പെട്ട കൃഷി ഏതൊക്കെയാണ്? പ്രധാന വിളകൾ എന്ന് പറയുന്നത് ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർവർഗ്ഗങ്ങൾ. ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർവർഗ്ഗങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട കൃഷി. അതുപോലെ തന്നെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തര മഹാസമതലമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയിൽ വളരെ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശം കൂടിയാണ് ഉത്തര മഹാസമുദ്രം.
അതുപോലെ തന്നെ ഉത്തരമഹാസമതലത്തിൽ പ്രധാനപ്പെട്ട 4 ഭൂപ്രദേശങ്ങളുണ്ട്. ആ പേരുകൂടെ പഠിച്ചേക്കാം. ഭാബർ, ടെറായ്, ഭംഗർ, ഖാദർ. ഓക്കെ, ഭാബർ, ഭംഗർ, ടെറായ്, ഖാദർ എന്നിങ്ങനെ 4 പ്രധാനപ്പെട്ട ഭൂപ്രദേശങ്ങൾ എവിടെയുണ്ട്? ഉത്തര മഹാസമതലത്തിൽ ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉത്തര മഹാസമതലവുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കാം. ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. അടുത്തത് ഡെക്കാൻ പീഠഭൂമിയാണ് അല്ലേ. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ച് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി. ഇനി വരുന്ന പ്രിലിംസിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണുന്ന മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണുന്ന മണ്ണ് കറുത്ത മണ്ണാണ്. ഭൂരിഭാഗം പ്രദേശങ്ങളും ലാവ തണുത്തുറഞ്ഞ് രൂപം കൊണ്ട പീഠഭൂമിയാണ് ഏത്? ഡെക്കാൻ. ഭൂരിഭാഗം പ്രദേശങ്ങളും ലാവ തണുത്തുറഞ്ഞ് രൂപം കൊണ്ട പീഠഭൂമിയാണ് ഡെക്കാൻ എന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കുന്നുകളാണ് മൈക്കലാനിരകൾ, മഹാദേവ് കുന്നുകൾ, ഖൈമുർ കുന്നുകൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കുന്നുകൾ ഏതൊക്കെയാണ്? മൈക്കലാനിരകൾ, മഹാദേവ് കുന്നുകൾ, ഖൈമുർ കുന്നുകൾ എന്നിവയാണ്. ഓക്കെ, ഇനി ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണെന്ന് പറഞ്ഞു. കറുത്ത മണ്ണ് എന്തിനൊക്കെയാണ് അനുയോജ്യം? പരുത്തി കൃഷിക്കും കരിമ്പ് കൃഷിക്കും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണെന്ന് പറയുന്നത്. ഇനി ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഓക്കെ, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികളാണ് ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്നത്. ഡെക്കാൻ പീഠഭൂമിയെ പ്രധാനമായിട്ട് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടം എന്നും പൂർവഘട്ടം എന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിങ്ങനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ പശ്ചിമഘട്ടത്തെക്കുറിച്ചും പൂർവഘട്ടത്തെക്കുറിച്ചും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അറിഞ്ഞിരിക്കാം. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി നീളം 1600 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി നീളം 1600 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2012 ജൂലൈ 1-നാണ്. 2012 ജൂലൈ 1-നാണ് പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഏത്? പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം അറിഞ്ഞിരിക്കുക 2695 മീറ്റർ ആണ്. 2695 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും പശ്ചിമഘട്ടം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, പശ്ചിമഘട്ടത്തിലെ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേര് എന്താണ്? നീലഗിരിമല. തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് നീലഗിരിമല. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സഹ്യപർവ്വതം എന്നാണ്. മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ്. ഇനി റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കുക. ഇനി പൂർവ്വഘട്ടവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം എന്നുള്ളത് ഓർത്തിരിക്കുക. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നുകളാണെന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പൂർവ്വഘട്ടത്തിലൂടെ ഒഴുകുന്ന നദികൾ അറിഞ്ഞിരിക്കുക. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളാണ് പൂർവ്വഘട്ടത്തിലൂടെ ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡെക്കാൻ പീഠഭൂമിയുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നോക്കുക. അടുത്ത ഓപ്ഷൻ തീരസമതലങ്ങൾ. അപ്പോൾ തീരസമതലങ്ങൾ എന്ന് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയുടെ തീരപ്രദേശം വ്യാപിച്ചിരിക്കുന്നത് എവിടം മുതൽ എവിടം വരെയാണ്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഇന്ത്യയുടെ തീരപ്രദേശം. എവിടം മുതലാണ്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ
ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഇന്ത്യയുടെ തീരപ്രദേശം. നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? സുന്ദർബൻ ഡെൽറ്റയാണ്, അല്ലെങ്കിൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ തീരപ്രദേശത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കിഴക്കൻ തീരപ്രദേശം എന്നും പടിഞ്ഞാറൻ തീരപ്രദേശം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്താണ്? മത്സ്യബന്ധനമാണ്. തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്താണ്? മത്സ്യബന്ധനമാണ്. അപ്പൊ നമ്മൾ കിഴക്കൻ തീരപ്രദേശമുണ്ട്, പടിഞ്ഞാറൻ തീരപ്രദേശം ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തീരമാണേത്? പടിഞ്ഞാറൻ തീരം. അതുപോലെ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തീരമാണ് കിഴക്കൻ തീരം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കിഴക്കൻ തീരപ്രദേശത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കിഴക്കൻ തീരസമതലത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞിരിക്കുക. കിഴക്കൻ തീരസമതലത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കോറമാൻഡൽ തീരം, വടക്കൻ സിർക്കാസ്. ഓക്കെ, ഇതിൽ ഓപ്ഷനിൽ തന്നിട്ട് ഇതിൽ ഏതാണ് കിഴക്കൻ തീരസമതലത്തിൽ വരുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ കിഴക്കൻ തീരസമതലത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കോറമാൻഡൽ തീരം, വടക്കൻ സിർക്കാസ്. ഓക്കെ, അതുപോലെ തന്നെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ കോറമാൻഡൽ തീരം എന്ന് പറഞ്ഞല്ലേ, കിഴക്കൻ തീരസമതലത്തെ കോറമാൻഡൽ തീരം, വടക്കൻ സിർക്കാസ് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിൽ കോറമാൻഡൽ തീരത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണാണ് എക്കൽ മണ്ണ്. അത് ഓർത്തിരിക്കുക. എക്കൽ മണ്ണാണ് കോറമാൻഡൽ തീരത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എന്നുള്ളത്. അതുപോലെ വടക്കൻ സിർക്കാസ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഒഡീഷയുടെ തീരവും പശ്ചിമ ബംഗാൾ തീരപ്രദേശവും കൂടി ഉൾപ്പെടുന്നതാണ് എന്ത്? വടക്കൻ സിർക്കാസ് എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഒഡീഷയുടെ തീരവും പശ്ചിമ ബംഗാൾ തീരപ്രദേശവും കൂടി ഉൾപ്പെടുന്നതാണ് വടക്കൻ സിർക്കാസ് എന്ന് പറയുന്നത്. ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നതാണ് ഉത്കൽ സമതലം. എന്താണ്? ഉത്കൽ സമതലം എന്നാണ് അറിയപ്പെടുന്നത്. കോറമാൻഡൽ തീരം എന്ന് പറയുമ്പോൾ എവിടേക്കാണ് ഉൾപ്പെടുന്നത്? തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരവും ഉൾപ്പെടുന്ന തീരപ്രദേശമാണ് ഇത്? കോറമാൻഡൽ തീരപ്രദേശം. ഓക്കെ, തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരവും ഉൾപ്പെടുന്ന തീരപ്രദേശമാണ് കോറമാൻഡൽ തീരപ്രദേശം എന്ന് പറയുന്നത്. ഇനി പടിഞ്ഞാറൻ തീരപ്രദേശം നമ്മൾ പറഞ്ഞു. പടിഞ്ഞാറൻ തീരപ്രദേശം എവിടം മുതൽ എവിടം വരെയാണ്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത്? പടിഞ്ഞാറൻ തീരപ്രദേശം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് പടിഞ്ഞാറൻ തീരപ്രദേശം. പടിഞ്ഞാറൻ തീരപ്രദേശത്തിൽ വരുന്ന ഗുജറാത്ത് തീരം എന്ന് പറയുന്നത് എന്താണ്? ഗുജറാത്തിന്റെ തീരപ്രദേശമാണ് ഗുജറാത്ത് തീരം. ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കാമ്പാട്ടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഗുജറാത്ത് തീരം. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ ആ ഭാഗത്ത് പഠിക്കാനുണ്ട്, എല്ലാം നമ്മൾ പറയുന്നില്ല. ആ ഭാഗം നിങ്ങളൊന്ന് വായിച്ചും കൂടെ നോക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കൊങ്കൺ തീരം, മലബാർ തീരം, ഗുജറാത്ത് തീരം, ഇങ്ങനെ മൂന്നായിട്ട് പടിഞ്ഞാറൻ തീരപ്രദേശമുണ്ട്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ തീരസമതലങ്ങളെ കുറിച്ച് അത്രയെങ്കിലും അറിഞ്ഞിരിക്കുക. അടുത്ത ഓപ്ഷൻ എന്താണ്? ഹിമാലയൻ പർവ്വത മേഖല. ഹിമാലയൻ പർവ്വത മേഖലയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറയാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഏത്? ഹിമാലയം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? ഹിമാലയമാണ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതനിരയാണ് ഹിമാലയം. ഹിമാലയ പർവ്വതനിരയുടെ നീളം എത്രയാണ്? 2400 കിലോമീറ്റർ ആണ്. 2400 കിലോമീറ്റർ ആണ് ഹിമാലയ പർവ്വതനിരയുടെ നീളം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര ഹിമാലയമാണ്. ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഏത്? ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ. അതിൽ ഹിമാദ്രി എന്ന് പറയുന്നതാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പർവ്വതനിര ഏതാണ്? അതും ഹിമാദ്രിയാണ്.
ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയും ഏതാണ്? ഹിമാദ്രിയാണ്. ഓക്കെ, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി. അതുപോലെ ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഏത്? ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്നതും ഏതാണ്? ഹിമാദ്രിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളെങ്കിലും ഹിമാദ്രിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാഞ്ചൻജംഗ, നംഗപർവ്വതം, അന്നപൂർണ തുടങ്ങിയിട്ടുള്ള പർവ്വതനിരകളെല്ലാം കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. ഓക്കെ, അപ്പം ഒത്തിരി കാര്യങ്ങളുണ്ട്, ഹിമാദ്രിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹിമാലയൻ പർവ്വത മേഖലയെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഹിമാചലിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഹിമാചൽ എന്ന് പറയുമ്പോൾ ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്നത് എന്താണ്? ഹിമാചലാണ്. അതുപോലെ തന്നെ കുളു, മണാലി താഴ്വരകൾ, ഓക്കെ, അതെല്ലാം കാണപ്പെടുന്ന എവിടെയാണ്? ഹിമാചലിലാണ് അല്ലേ. കുളു, മണാലി മാത്രമല്ല കാശ്മീർ, ഷിംല, ഡൽഹൌസി, ഡാർജിലിംഗ്, മുസോറി, നൈനിറ്റാൾ, അൽമോറ ഇങ്ങനെയുള്ള സുഖവാസ കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചലിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഹിമാചലിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ഏതൊക്കെയാണ്? പിർപ്പാഞ്ചൽ, ദൗലധാർ, മഹാഭാരത പർവ്വതനിരകൾ ഇതെല്ലാം കാണപ്പെടുന്നത് ഹിമാചലിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ സിവാലിക് എന്ന് പറയുമ്പോൾ ഔട്ടർ ഹിമാലയമാണ് അല്ലെ. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിരയാണ് സിവാലിക്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഫസ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഓപ്ഷൻ സി ലൂണിയാണ്. ഓക്കെ, ലൂണി. അപ്പോൾ ഉപദ്വീപീയ നദിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം അറിയണം അല്ലെ. ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി ഇതെല്ലാം എന്താണ്? ഉപദ്വീപീയ നദികളാണ്. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി തുടങ്ങിയവയാണ് ഉപദ്വീപീയ നദികളിൽ വരുന്നത്. അപ്പം ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇത് മൂന്നുമാണ് ഹിമാലയൻ നദികൾ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി തുടങ്ങിയവയാണ് ഉപദ്വീപീയ നദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഉപദ്വീപീയ നദികളും ഹിമാലയൻ നദികളും അതിന്റെ ഓരോന്നിന്റെയും ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്ഭവസ്ഥാനം, പോഷക നദികൾ, എത്തിച്ചേരുന്ന സമുദ്രം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്കതൊന്ന് പറയാം. ഇതിൽ ഹിമാലയൻ നദികളിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര അതിൽ സിന്ധു നദി മാത്രമാണ് എവിടെ ചെന്ന് പതിക്കുന്നത്? അറബിക്കടലിൽ അല്ലെ. സിന്ധു അറബിക്കടലിലാണ് എത്തിച്ചേരുന്നത്. ഗംഗയും ബ്രഹ്മപുത്രയും എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അത് ഓർത്തിരിക്കുക. ഇനി സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മാനസ സരോവർ തടാകം, ടിബറ്റ്. ഓക്കെ, മാനസ സരോവർ തടാകം ടിബറ്റ് ആണ്. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനിയാണ്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ചെമയുങ്തുങ് ഹിമാനിയാണ്. ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയാണ്. ഓക്കെ, ഇനി സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് തുടങ്ങിയവയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ. ഗംഗാ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, സോൺ, ഘാഗ്ര, കോസി, ഗാണ്ടക്. ഓക്കെ, യമുന, സോൺ, ഘാഗ്ര, കോസി, ഗാണ്ടക് തുടങ്ങിയവയാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീസ്റ്റ, മാനസ്, ലോഹിത്, സുബൻസിരി. ടീസ്റ്റ, മാനസ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ്. ഇനി ഉപദ്വീപീയ നദിയിൽ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള നദി ആദ്യത്തേത് നർമ്മദ അല്ലെ. നർമ്മദയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? അമർകണ്ടക് കുന്നുകളാണ്. ഓക്കെ, അമർകണ്ടക് കുന്നുകൾ, മൈക്കല നിരകൾ, ഛത്തീസ്ഗഡിലെ അമർകണ്ടക് കുന്നുകൾ, മൈക്കല നിരകൾ എന്നിവയിൽ നിന്നാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. അതിൻ്റെ നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഹിരൺ, ഷേർ, താവ, ബഞ്ചാർ. ഹിരൺ, ഷേർ, താവ, ബഞ്ചാർ തുടങ്ങിയവയാണ് നർമ്മദയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. നർമ്മദ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ആണ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്.
നർമ്മദ ചെന്ന് പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ് പതിക്കുന്നത്. നർമ്മദ പതിക്കുന്നത് അറബിക്കടലിലാണ്. ഇനി അടുത്ത ഓപ്ഷൻ മഹാനദി അല്ലേ. മഹാനദി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്ഭവസ്ഥാനം സിഹാവ മലനിരയാണ്. ഛത്തീസ്ഗഡിലെ സിഹാവ മലനിരയാണ്. പ്രധാനപ്പെട്ട പോഷക നദികളാണ് മഹാനദിയുടെ ഇബ്, ജോങ്, ടെൽ. ഓക്കെ, ഇബ്, ജോങ്, ടെൽ തുടങ്ങിയവയാണ് മഹാനദിയുടെ പോഷക നദികൾ. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്, ഒഡീഷയാണ്. ഛത്തീസ്ഗഡ്, ഒഡീഷ. ചെന്നു പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് ചെന്നു പതിക്കുന്നത്. അടുത്തത് കാവേരി. കാവേരി നദിയുടെ ഉത്ഭവം തലക്കാവേരി ബ്രഹ്മഗിരി കുന്നാണ്. കുടക്, കർണാടകയിലെ കുടകില് തലക്കാവേരി ബ്രഹ്മഗിരി കുന്നിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ കാവേരിയുടെ? കബനി, പാമ്പാർ, അമരാവതി, അർക്കാവതി. കബനി, പാമ്പാർ, അമരാവതി, അർക്കാവതി. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്, കർണാടകയാണ്. ചെന്നു പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഓക്കെ, ഇനി 2 നദികൾ കൂടിയാണ് നമുക്ക് 3 നദികൾ കൂടെ പറയാനുണ്ട്. ഗോദാവരി, കൃഷ്ണ, താപ്തി. ഓക്കെ, അപ്പോൾ ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ത്രയംബക കുന്നുകളാണ്. ഓക്കെ, മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക കുന്നുകളിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. പോഷക നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രാവതി, ശബരി, പെൻഗംഗ, മഞ്ചീര. ഇന്ദ്രാവതി, ശബരി, പെൻഗംഗ, മഞ്ചീര. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗോദാവരി ഒഴുകുന്നത് മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ്. ചെന്ന് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഓക്കെ, അടുത്തത് കൃഷ്ണ നദി എന്ന് പറയുന്നത് മഹാബലേശ്വർ. ഓക്കെ, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രധാനപ്പെട്ട പോഷക നദികളാണ് കൃഷ്ണ നദിയുടേത് ഭീമ, തുംഗഭദ്ര, മുസി, മാലപ്രഭ, കൊയ്ന. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭീമ എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണ് എന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഭീമ, തുംഗഭദ്ര, മുസി, മാലപ്രഭ, കൊയ്ന തുടങ്ങിയവയാണ് കൃഷ്ണ നദിയുടെ പോഷക നദികൾ. ഒഴുകുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ്. കൃഷ്ണ നദി ചെന്ന് പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. അടുത്തത് താപ്തി നദി ഉത്ഭവിക്കുന്നത് മുൾട്ടായ്, സത്പുര നിരകൾ മധ്യപ്രദേശിലാണ് കേട്ടോ. മുൾട്ടായ്, സത്പുര നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഗിർന, അനർ തുടങ്ങിയവയാണ് താപ്തിയുടെ പോഷക നദികൾ. ഗിർന, അനർ. ഒഴുകുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്. താപ്തി ചെന്ന് പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ് പതിക്കുന്നത്. അപ്പൊ അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഒന്ന് സിന്ധു, ഹിമാലയൻ നദിയായിട്ടുള്ള സിന്ധു. രണ്ടാമത്തേത് നർമ്മദ. ഓക്കെ, ഉപദ്വീപീയ നദിയായിട്ടുള്ള നർമ്മദ, താപ്തി. ഇവ 3 അറബിക്കടലിൽ പതിക്കുന്നത്. ബാക്കി നമ്മൾ പറഞ്ഞ എല്ലാ നദികളും, അതായത് ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയവയെല്ലാം ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? പരുത്തി കൃഷിയാണ്. പരുത്തി കൃഷി. അപ്പോൾ നമുക്ക് കറുത്ത മണ്ണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്താലാണ് എന്തുണ്ടാവുന്നത്? കറുത്ത മണ്ണ് ഉണ്ടാവുന്നത്. അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്തിലാണ് കറുത്ത മണ്ണ് ഉണ്ടാവുന്നത്. കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശങ്ങൾ എവിടെയൊക്കെയാണ്? ഡെക്കാൻ പീഠഭൂമി. നമ്മൾ പറഞ്ഞു ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കറുത്ത മണ്ണാണ് അല്ലേ. അതുപോലെ വിന്ധ്യ, സത്പുര നിരകൾ, മാൾവ പീഠഭൂമി, കത്തിയവാർ, കച്ച് പ്രദേശങ്ങൾ തുടങ്ങിയവിടങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. റിഗർ മണ്ണ്, ചെർണോസം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന എന്താണ്? കറുത്ത മണ്ണാണ്. അപ്പൊ കറുത്ത മണ്ണിന്റെ മറ്റു പേരുകളാണ് ഇവിടെ റിഗർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ റിഗർ മണ്ണ്, ചെർണോസം എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? കറുത്ത മണ്ണാണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാവുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് ഏത് കൃഷിക്കാണ് അനുയോജ്യം? നമ്മൾ പറഞ്ഞു പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. അതുപോലെ ഡെക്കാൻ ട്രാപ്പ് മേഖലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് എന്ത്? കറുത്ത മണ്ണ്. പരുത്തിക്ക് പുറമെ കരിമ്പ്, ജോവർ എന്നീ വിളകൾക്ക് അനുയോജ്യമായ മണ്ണും ഏതാണ്? കറുത്ത മണ്ണാണ്. ഓക്കെ, പരുത്തിക്ക് പുറമെ കരിമ്പ്, ജോവർ എന്നീ വിളകൾക്ക് അനുയോജ്യമായ മണ്ണാണ്. ഈർപ്പം സംരക്ഷിച്ചു വെക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണേത്? കറുത്ത മണ്ണ്. ഈർപ്പം സംരക്ഷിച്ചു വെക്കുവാനുള്ള
കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഇനി നമ്മൾ കറുത്ത മണ്ണിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് എക്കൽ മണ്ണിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയേണ്ടത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എക്കൽ മണ്ണാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനവും ഏത് തന്നെയാണ്? എക്കൽ മണ്ണ് തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനമാണ് എന്ത്? എക്കൽ മണ്ണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായിട്ടാണ് രൂപം കൊള്ളുന്നത്. എക്കൽ മണ്ണിൽ പ്രധാനപ്പെട്ട കൃഷി ഏതൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്, കരിമ്പ്, ധാന്യവിളകൾ എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. നെല്ല്, ഗോതമ്പ്, കരിമ്പ്, ധാന്യവിളകൾ എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. പൊട്ടാഷിന്റെയും ചുണ്ണാമ്പിന്റെയും ഫോസ്ഫറിക് ആസിഡിന്റെയും അളവ് വളരെ കൂടുതലുള്ള മണ്ണാണ് എക്കൽ മണ്ണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞ് രൂപപ്പെടുന്ന മണ്ണാണ് എന്ത്? എക്കൽ മണ്ണ്. ജൈവാംശങ്ങളും തരിമണലും കളിമണ്ണും ചേർന്നതാണ് എന്ത്? എക്കൽ മണ്ണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്കൽ മണ്ണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ചെമ്മണ്ണിനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ്. ഓക്കെ, ചെമ്മണ്ണിൻ്റെ ചുവന്ന നിറത്തിന് കാരണം അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ അവിടെ കൃഷി ചെയ്യുന്നത്, ചെമ്മണ്ണിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നെല്ല്, റാഗി, പുകയില, നിലക്കടല, ഉരുളക്കിഴങ്ങ്, പച്ചക്കറികൾ. നെല്ല്, റാഗി, പുകയില, നിലക്കടല, ഉരുളക്കിഴങ്ങ്, പച്ചക്കറികൾ എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ് എന്നറിയപ്പെടുന്നത്. ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് എന്ത്? ലാറ്ററൈസേഷൻ എന്ന് പറയുന്നത്. മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. അയണിന്റെയും അലൂമിനിയത്തിന്റെയും ഓക്സൈഡുകളാൽ സമൃദ്ധമായ മണ്ണിനമാണ് ചെങ്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി ചെങ്കൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന എന്താണ്? റബ്ബർ, കശുവണ്ടി, തെങ്ങ്, മരച്ചീനി എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എന്ത്? ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയെങ്കിലും മണ്ണിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ പരുത്തിയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പറയാം. പരുത്തിയുടെ ജന്മദേശം എവിടെയാണ്? ഇന്ത്യയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നമ്മളിപ്പോൾ പറഞ്ഞു കറുത്ത മണ്ണാണ്. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ലോകത്തിൽ പരുത്തി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തിൽ പരുത്തി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തിയാണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും പരുത്തി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാണ്? പാലക്കാടാണ്. ഓക്കെ, പാലക്കാടിലെ ചിറ്റൂരാണ്. ഓക്കെ, പാലക്കാട് ചിറ്റൂരിലാണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരുത്തിയുമായി ബന്ധപ്പെടുത്തി പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായിട്ടുള്ള മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായിട്ടുള്ള മൗസിൻഡ്രം എവിടെയാണ്? മേഘാലയയിലാണ്. ഓക്കെ, മേഘാലയ. നമ്മൾ പറഞ്ഞു മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയയാണെന്ന് പറഞ്ഞല്ലേ. മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഖാസി കുന്നുകളാണ്. ഓക്കെ, മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാസി കുന്നുകളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന 2-ാമത്തെ പ്രദേശം ഏതാണ്? ചിറാപുഞ്ചിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന 2-ാമത്തെ പ്രദേശമാണ് ചിറാപുഞ്ചി എന്ന് പറയുന്നത്. ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന മലനിര കിഴക്കൻ മലനിരയാണ്. ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കിഴക്കൻ മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഖാസി കുന്നുകളിലാണ് മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? മേഘാലയയാണ്. ഓക്കെ, ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? മേഘാലയയിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ഖാസി, ജയന്തിയ, ഗാരോ, പട്കായി, മണിപ്പൂർ, മീസോ, നാഗ, ലുഷായ്, ഗാരോ ഇതെല്ലാം
പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കുന്നുകളാണ്. ഓക്കെ, പൂർവാചൽ എന്ന് പറയുന്ന പർവ്വതനിരയുണ്ടല്ലോ, ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയായിട്ടുള്ള പൂർവാചൽ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന കുന്നുകളാണ് ഖാസി, ഗാരോ, ജയന്തിയ, ലുഷായ്, പട്കായി, നാഗ, മീസോ, മണിപ്പൂർ എന്നിവയെല്ലാം. അതിൽ ലുഷായ് കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. ഓക്കെ, ലുഷായ് കുന്നുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മിസോറാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കിയുള്ള നമ്മൾ പറഞ്ഞു ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ലോക ഓസോൺ ദിനം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഓസോണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന തന്മാത്രയാണ് എന്ത്? ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, 3 ഓക്സിജൻ തന്മാത്രകൾ, അതായത് O3 എന്ന് പറയുന്നതാണ് എന്ത്? ഓസോൺ. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എപ്പോഴും ചോദിക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത്. ഈ ഓസോൺ വാതകം കണ്ടെത്തിയത് ആരാണ്? ഷോൺബേൺ ആണ്. ഓക്കെ, ഷോൺബേൺ ആണ് ഓസോൺ വാതകം കണ്ടെത്തിയത്. ഷോൺബേൺ. ഓസോൺ പാളി കണ്ടെത്തിയത്, ഓസോൺ വാതകം കണ്ടെത്തിയത് ഷോൺബേൺ ആണ്. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി, ഹെൻറി ബ്രൂയിസൺ എന്നീ ശാസ്ത്രജ്ഞരാണ്. ഓക്കെ, ചാൾസ് ഫാബ്രി, ഹെൻറി ബ്രൂയിസൺ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരാണ് ഓസോൺ പാളി കണ്ടെത്തിയത്. ഓസോൺ വിള്ളൽ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫ് ഫർമാൻ, ബ്രെയിൻ ഗാർഡിനർ, ജോനാഥൻ ഷാൻക്ലിൻ തുടങ്ങിയവരാണ്. ഓക്കെ, ഓസോൺ വിള്ളൽ കണ്ടെത്തിയത് ആരാണ്? ജോസഫ് ഫർമാൻ, ബ്രെയിൻ ഗാർഡിനർ, ജോനാഥൻ ഷാൻക്ലിൻ തുടങ്ങിയവരാണ്. ഓക്കെ, ഓസോൺ വിള്ളലിന് കാരണമായ വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? CFC ആണ്. ഓക്കെ, ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ഓസോൺ വിള്ളലിന് കാരണമായ വാതകം ഏതാണ്? CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. CFCയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ, ക്ലോറിൻ, ഫ്ലൂറിൻ. ഏതൊക്കെയാണ്? കാർബൺ, ക്ലോറിൻ, ഫ്ലൂറിൻ. ഓക്കെ, കാർബൺ, ക്ലോറിൻ, ഫ്ലൂറിൻ തുടങ്ങിയതാണ് എന്ത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFCയിലെ പ്രധാനപ്പെട്ട ഘടക മൂലകങ്ങൾ. ഇനി ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന CFCയിലെ ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറിൻ ആണ്. ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന CFCയിലെ ഘടകം ഏതാണ്? ക്ലോറിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഓസോൺ ദിനം നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ 16. ഇനി ഓസോണുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. എന്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ? ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന വസ്തുക്കളുടെ അളവ് കുറയ്ക്കുന്നതിനായിട്ട് നിലവിൽ വന്ന പ്രോട്ടോകോളാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓക്കെ, ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന വസ്തുക്കളുടെ അളവ് കുറയ്ക്കുന്നതിനായിട്ട് നിലവിൽ വന്ന പ്രോട്ടോകോളാണ് മോൺട്രിയൽ പ്രോട്ടോകോള്. മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിച്ചത് സെപ്റ്റംബർ 16, 1987 സെപ്റ്റംബർ 16, ഓസോൺ ദിനമായിട്ടുള്ള സെപ്റ്റംബർ 16 മോൺട്രിയൽ പ്രോട്ടോകോള് അംഗീകരിച്ചത്. എല്ലാ അംഗങ്ങളും അംഗീകരിച്ച ഒരേ ഒരു UN ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. എല്ലാ അംഗങ്ങളും അംഗീകരിച്ച ഒരേ ഒരു ഉടമ്പടി UN ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ 6 പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഓക്കെ, മോൺട്രിയൽ പ്രോട്ടോകോൾ 6 പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1989. ഓക്കെ, മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 1989 എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓസോണുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ മണികരൺ ആണ്. ഓക്കെ, മണികരൺ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സാണ് എന്ത്? താപവൈദ്യുത നിലയം എന്ന് പറയുന്നത് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് താപവൈദ്യുത നിലയമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? താപവൈദ്യുതിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി താപവൈദ്യുതിയാണ്. ഈ താപവൈദ്യുതി എന്ന് പറയുമ്പോൾ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം,
ഭൂഗർഭ, ചൂട്, നീരുറവ എന്നിവ ഉപയോഗിച്ചിട്ടാണ് താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ഭൂഗർഭ, ചൂട്, നീരുറവ എന്നിവ ഉപയോഗിച്ചിട്ടാണ് താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. താപവൈദ്യുത നിലയങ്ങളിൽ കാലഹരണപ്പെട്ട ഫോസിലുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആകെ എത്ര താപവൈദ്യുത നിലയങ്ങളാണുള്ളത്? 310 താപവൈദ്യുത നിലയങ്ങളാണ് ഇന്ത്യയിൽ ആകെ ഉള്ളത്. 310ലധികം താപവൈദ്യുത നിലയങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുതി ഉൽപാദകർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ താപവൈദ്യുത നിലയം, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ 1975. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത ഉൽപാദകരാണ് ദേശീയ താപവൈദ്യുത നിലയം, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി ആണ്. ഓക്കെ, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ്. ഇന്ത്യയുടെ ആദ്യ താപവൈദ്യുത നിലയം എവിടെയാണ്? നെയ്വേലി താപവൈദ്യുത നിലയമാണ്, തമിഴ്നാട്. ഇന്ത്യയുടെ ആദ്യത്തെ താപവൈദ്യുത നിലയം എവിടെയാണ്? നെയ്വേലി താപവൈദ്യുത നിലയമാണ്. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടു കൂടിയാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയുടെ സഹകരണത്തോടെയാണ്. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലെ വിന്ധ്യാചൽ താപവൈദ്യുത നിലയമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം ഏതാണ്? വിന്ധ്യാചൽ താപവൈദ്യുത നിലയം മധ്യപ്രദേശാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ താപവൈദ്യുത നിലയമാണ് മുന്ദ്ര തെർമൽ പവർ സ്റ്റേഷൻ, ഗുജറാത്ത്. മുന്ദ്ര തെർമൽ പവർ സ്റ്റേഷൻ ഗുജറാത്താണ് ഏറ്റവും വലിയ രണ്ടാമത്തെ താപവൈദ്യുത നിലയം. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും മഹാരാഷ്ട്രയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ താപവൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയിലെ താൽച്ചർ ആണ്. ഓക്കെ, ഒഡീഷയിലെ താൽച്ചർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഈ താപവൈദ്യുതിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി, അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനസംഖ്യയുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിം ആണ്. ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ്, ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിം. ഇനി ഇന്ത്യയുടെ ജനസാന്ദ്രത, ഇവിടെ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാണ്? 382 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, 382 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് എവിടെയാണ്? കുറവ് അരുണാചൽ പ്രദേശ് ആണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാർ ആണ്. ഓക്കെ, ബീഹാർ ആണ്. 1106 ചതുരശ്ര കിലോമീറ്റർ ആണ് ബീഹാറിലെ ജനസാന്ദ്രത എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശിൽ ഏറ്റവും കുറവാണെന്ന് പറഞ്ഞു. 17 ചതുരശ്ര കിലോമീറ്റർ ആണ് അരുണാചൽ പ്രദേശിലെ ജനസാന്ദ്രത. ഇനി ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹി ആണ്. ഓക്കെ, ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ന്യൂഡൽഹി ആണ്. ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ആണ്. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2 ആണ്. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വച്ചേക്കാം. അടുത്ത ചോദ്യം, ശ്രീനഗർ ടു കാർഗിൽ മേഖലകളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ സി, സോജില ചുരമാണ്. സോജില ചുരം. അപ്പോൾ ബാക്കിയുള്ള ചുരങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. സോജില ചുരം നമ്മൾ പറഞ്ഞു ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സോജില ചുരം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ഓക്കെ, ജമ്മു കാശ്മീർ.
അടുത്തത് ബനിഹാൽ ചുരം. ബനിഹാൽ ചുരം ജമ്മു കാശ്മീരിൽ തന്നെയാണ്. ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൽ ചുരം. ജമ്മുവിനെയും ശ്രീനഗറിനെയും. അപ്പോൾ ഇന്ത്യയിലെ ചുരങ്ങൾ നമ്മൾ കോഡ് ഉപയോഗിച്ചിട്ടൊക്കെ പണ്ട് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവാതെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ബനിഹാൽ ജമ്മു കാശ്മീരിലാണ്. ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിലാണ്. അടുത്തത് ഖാർദുംഗ്ല ചുരം. ഖാർദുംഗ്ല ചുരം ലഡാക്കിലാണ്. ലേ അതുപോലെ തന്നെ സിയാച്ചിൻ ഗ്ലേസിയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഖാർദുംഗ്ല ചുരം. ഓക്കെ, ലേയെയും സിയാച്ചിൻ ഗ്ലേസിയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഖാർദുംഗ്ല ചുരം എന്ന് പറയുന്നത്. അടുത്തത് ഷിപ്കില. ഓക്കെ, ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അടുത്തത് റോഹ്താങ് ചുരമാണ്. റോഹ്താങ് ചുരം ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. കുളു, ലാഹുൽ എന്നിവയെയും സ്പിതി താഴ്വരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. കുളു, ലാഹുൽ, സ്പിതി താഴ്വരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റോഹ്താങ് ചുരം. അടുത്തത് ബാരാലാച്ച ചുരം. ബാരാലാച്ച ചുരം ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. ലാഹുലിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബാരാലാച്ച ചുരം. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ നമ്മൾ 3 എണ്ണം പഠിച്ചു. ഷിപ്കില, റോഹ്താങ്, ബാരാലാച്ചില. ഓക്കെ, ഇത് 3ഉം ഹിമാചൽ പ്രദേശിലാണ്. അടുത്തത് നാഥുല ചുരം, ജലപ്പുല ചുരം. 2ഉം സിക്കിമിലാണ്. നാഥുലയും ജലപ്പുലായും. അതിൽ നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. ജലപ്പുല ചുരം സിക്കിമിനെയും ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ജലപ്പുല ചുരം. ഓക്കെ, സിക്കിമിനെയും ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്തത് ലിപ്പുലേഖ്. ലിപ്പുലേഖ് ചുരം ഉത്തരാഖണ്ഡിലാണുള്ളത്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിപ്പുലേഖ്. ഓക്കെ, ലിപ്പുലേഖ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ബോംഡില ചുരം അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോംഡില ചുരം. ഓക്കെ, ബോംഡില ചുരം അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അടുത്തത് ദിഹാങ് പാസ്. ഓക്കെ, ദിഹാങ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിൽ തന്നെയാണ്. അരുണാചൽ പ്രദേശിനെയും മാൻഡലയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. മ്യാൻമറിലെ മാൻഡലയും അരുണാചൽ പ്രദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദിഹാങ് പാസ്. അടുത്തത് പാലക്കാട് ചുരം. പാലക്കാട് ചുരം നമുക്കറിയാം കേരളത്തിലാണ്. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. ഓക്കെ, അപ്പോൾ ഇത്രയും ചുരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ഖാരിഫാണ്. ഓപ്ഷൻ എ ഖാരിഫാണ്. അപ്പോൾ ഓരോ കാർഷിക കാലങ്ങളും അതിൻ്റെ വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം, പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഖാരിഫ് തന്നെ നോക്കാം. ഖാരിഫ് നമ്മൾ പറഞ്ഞു ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വിളയിറക്കൽ കാലം എന്താണ്? ജൂണാണ്. വിളവെടുപ്പ് കാലം നവംബർ ആണ്. ഓക്കെ, അപ്പോൾ ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാലമാണ് ഖാരിഫ്. ഖാരിഫിന്റെ പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ് ഖാരിഫിൽ വരുന്നത്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഓക്കെ, നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ് ഖാരിഫ് വിളകളിൽ വരുന്നത്. അടുത്തത് റാബി അല്ലേ? ഓപ്ഷനിൽ റാബി ഉണ്ട്. റാബി എന്ന് പറയുന്നത് വിളയിറക്കൽ കാലം നവംബർ മധ്യവും വിളവെടുപ്പ് കാലം മാർച്ചാണ്. അപ്പോൾ എങ്ങനെ ചോദിക്കാം നമുക്ക്? നവംബർ മുതൽ മാർച്ച് വരെ കൃഷി ചെയ്യുന്ന കാലം ഏതാണ്? റാബിയാണ്. നവംബർ മുതൽ, ഖാരിഫ് നവംബറിലാണ് നിൽക്കുന്നത്. അപ്പോൾ നവംബറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടം വരെ? മാർച്ച് വരെയുള്ളതാണ് റാബി എന്ന് പറയുന്നത്. റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് റാബി വിളകൾ. അടുത്തത് സൈദാണ് അല്ലേ? സൈദ് വിളകൾ എന്ന് പറയുമ്പോൾ മാർച്ച് മുതൽ ജൂൺ വരെ, ഇവിടെ മാർച്ചിലല്ലേ നിർത്തിയത് റാബി, അപ്പോൾ ഇവിടെ മാർച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ദെൻ ഖാരിഫിന്റെ തുടക്കം ഏതാണ്? ജൂണാണ്. അപ്പം മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് സൈദ് എന്ന് പറയുന്നത്. സൈദ് വിളകൾ ഏതൊക്കെയാണ്? പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് സൈദ് വിളകളിൽ വരുന്നത്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 3 കാർഷിക കാലങ്ങളും കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കാം. അടുത്ത ചോദ്യം,
ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഓപ്ഷൻ ബി ആണ്, NW2 ആണ്. അപ്പോൾ ഓരോ ദേശീയ ജലപാതയും അത് ബന്ധിപ്പിക്കുന്ന സ്ഥലവും ഏത് നദിയിലാണ്, അതിൻ്റെ ആകെ നീളം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബ്രഹ്മപുത്ര നദിയിലാണ് സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത NW2 എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ NW1 ഉണ്ടല്ലേ. NW1 എന്ന് പറയുന്നത് എവിടെയാണ്? അലഹബാദിനെയും ഹാൽഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അലഹബാദിനെയും ഹാൽഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NW1 എന്ന് പറയുന്നത്. എവിടെയാണ്? നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി എന്നിവയിലാണ്. ആകെ നീളം 1620 കിലോമീറ്റർ ആണ്. 1620 കിലോമീറ്റർ ആണ്. NW2 നമ്മൾ പറഞ്ഞു സാദിയ മുതൽ ധുബ്രി വരെയാണ്. നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയിൽ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ബ്രഹ്മപുത്രയാണ്. നീളം പഠിച്ചു വെച്ചേക്ക 891 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി NW3 അല്ലെ. NW3 എന്ന് പറയുന്നത് കൊല്ലം മുതൽ കോഴിക്കോടാണ്. ഓക്കെ, കൊല്ലം മുതൽ കോഴിക്കോട് വരെ നീണ്ടു കിടക്കുന്ന ജലപാതയാണ് NW3 എന്ന് പറയുന്നത്. ഓക്കെ, കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ ചമ്പക്കര ഉദ്യോഗ മണ്ഡലം. ഓക്കെ, നദി അല്ലെങ്കിൽ കനാൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ ചമ്പക്കര ഉദ്യോഗ മണ്ഡലം. ആകെ നീളം 365 കിലോമീറ്റർ ആണ്. ഓക്കെ, അടുത്തത് NW4. NW4 എന്ന് പറയുന്നത് കാക്കിനാഡ ടു പുതുച്ചേരിയാണ്. കാക്കിനാഡ ടു പുതുച്ചേരിയാണ്. കാക്കിനാഡ മുതൽ പുതുച്ചേരി വരെ നീണ്ടു കിടക്കുന്ന ജലപാത ഏതാണ്? NW4 ആണ്. നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോദാവരി കൃഷ്ണയാണ്. ഓക്കെ, ഗോദാവരി കൃഷ്ണ. നീളം എന്ന് പറയുന്നത് 2890 കിലോമീറ്റർ ആണ്. അടുത്തത് NW5. NW5 എന്ന് പറയുന്നത് താൽച്ചർ മുതൽ ധാമ്ര വരെയാണ്. താൽച്ചർ മുതൽ ധാമ്ര വരെ നീണ്ടുകിടക്കുന്നതാണ്. നദി ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മണി മഹാനദി. ബ്രഹ്മണി മഹാനദി 623 കിലോമീറ്റർ ആണ്. ഓക്കെ, അടുത്തത് NW6. NW6 എന്ന് പറയുന്നത് ലഖിപൂർ മുതൽ ഭാംഗ്ര വരെയാണ് നീണ്ടു കിടക്കുന്നത്. ലഖിപൂർ മുതൽ ഭാംഗ്ര വരെ നീണ്ടു കിടക്കുന്ന ജലപാതയാണ് NW6. ബറാക്കാണ്. നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബറാക്കാണ്. 71 കിലോമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. ഓക്കെ, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്? ക്യാബിനറ്റ് മിഷന്റെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊള്ളുന്നത്. ഏത് വർഷമാണ്? 1946-ലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. സഭയുടെ ആദ്യ സമ്മേളനം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴാണ്? 1946 ഡിസംബർ 9-ാം തീയതിയാണ് ആദ്യ സമ്മേളനം നടക്കുന്നത്. ഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഡൽഹിയിൽ വെച്ചിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. നമ്മൾ പറഞ്ഞു താൽക്കാലികമായിട്ട് തിരഞ്ഞെടുത്ത അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഈ ആദ്യത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ ദിവസം തന്നെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 207 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. എത്ര പേരാണ്? 207 പേരാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 9 ആണ്. ഓക്കെ, ടോട്ടലായിട്ട് എത്ര പേരാണ് പങ്കെടുത്തത്? 207 പേരാണ് ടോട്ടലായിട്ട് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതിൽ വനിതകൾ ചോദിച്ചു കഴിഞ്ഞാൽ 9 പേരാണ്. ഡിസംബർ 11-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഡിസംബർ 11-നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എപ്പോഴാണ് തിരഞ്ഞെടുത്തത്? ഡിസംബർ 11-നാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തത് ഡിസംബർ 9-നാണ്. ഓക്കെ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 ഡിസംബർ 23-നാണ്. ഓക്കെ, ഡിസംബർ 23-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കീഴിൽ രൂപം കൊണ്ട കമ്മിറ്റികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 22 കമ്മിറ്റികളാണ് രൂപം കൊണ്ടത്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കീഴിൽ രൂപം കൊണ്ട കമ്മിറ്റികൾ എത്രയാണ്? 22 കമ്മിറ്റികളാണ് രൂപം കൊണ്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ മലയാളികളുടെ എണ്ണം എത്രയാണ്? 17 ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ മലയാളികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 17 മലയാളികളാണുള്ളത്. മലയാളി വനിതകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 3. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ വനിതകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 17. ഓക്കെ, ആകെ വനിതകളുടെ എണ്ണം 17, മലയാളി വനിതകളുടെ എണ്ണം 3, ആകെ മലയാളികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാലും 17. ഓക്കെ, ആകെ വനിതകളുടെ എണ്ണം 17, ആകെ മലയാളികളുടെ എണ്ണം 17, ആകെ മലയാളി വനിതകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 3. ഓക്കെ, അത്രയെങ്കിലും അറിഞ്ഞിരിക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളികൾ. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളികളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. തിരുവിതാംകൂറിൽ നിന്നുമുള്ള മലയാളികൾ, തിരുവിതാംകൂറിൽ നിന്നും ആരൊക്കെയാണ്? പട്ടം താണുപിള്ള, ആർ ശങ്കർ, PS നടരാജപിള്ള, ആനി മസ്ക്രീൻ, PT ചാക്കോ, KA മുഹമ്മദ് എന്നിവരാണ്. തിരുവിതാംകൂറിൽ നിന്നും പട്ടം താണുപിള്ള, ആർ ശങ്കർ, PS നടരാജപിള്ള, ആനി മസ്ക്രീൻ, PT ചാക്കോ, KA മുഹമ്മദ് എന്നിവരാണ്. കൊച്ചിയിൽ നിന്നും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. കൊച്ചിയിൽ നിന്നുമുള്ളത് പനമ്പള്ളി ഗോവിന്ദമേനോൻ, എഴുതി വെച്ചേക്കാം. മദ്രാസ് പ്രൊവിൻസിയിൽ നിന്നുമുള്ളത് ആരാണ്? മദ്രാസ് പ്രൊവിൻസിയിൽ നിന്നും അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, K മാധവ മേനോൻ, AK മേനോൻ, B പോക്കർ സാഹിബ് ബഹദൂർ, P കുഞ്ഞിരാമൻ, അബ്ദുൾ സത്താർ ഹാജി ഇസഹാക്ക്, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, KTM അഹമ്മദ് ഇബ്രാഹിം. ഓക്കെ, മദ്രാസ് പ്രൊവിൻസിയിൽ നിന്നും അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, K മാധവ മേനോൻ, AK മേനോൻ, B പോക്കർ സാഹിബ് ബഹദൂർ, P കുഞ്ഞിരാമൻ, അബ്ദുൾ സത്താർ ഹാജി ഇസഹാക്ക്, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, KTM അഹമ്മദ് ഇബ്രാഹിം. യുണൈറ്റഡ് പ്രോവിൻസിൽ നിന്നും ജോൺ മത്തായി. അപ്പോൾ ഇത്രയും പേരാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളികൾ എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു 3 വനിതകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. ആരൊക്കെയാണ്? ആനി മസ്ക്രീൻ, അതുപോലെ തന്നെ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരാണ് 3 വനിതകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടെ അറിഞ്ഞിരിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ നമ്മൾ പറഞ്ഞു സച്ചിദാനന്ദ സിൻഹയാണ്. സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആരാണ്? HC മുഖർജിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആരാണ്? HC മുഖർജിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BN റാവു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകൻ ആരാണ്? BN റാവു ആണ്. ഇനി ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 1947 ഓഗസ്റ്റ് 29-നാണ്. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നത്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നത് എന്നാണ്? 1947
ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗസംഖ്യ 7 അംഗങ്ങളാണ് ഉള്ളത്. ചെയർമാൻ ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? നമ്മുടെ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. പ്രസ്താവന 1, 2, 3 എന്നിവയാണ് ശരി. അതായത് ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സൗജന്യവും നിർബന്ധിതവുമായിട്ട് മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഏതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ? വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു എന്നുള്ളതാണ് തെറ്റ്. ഈ നിയമം എപ്പോഴാണ് നിലവിൽ വരുന്നത്? 2010. ഓക്കെ, 2010 ഏപ്രിൽ 1 ഓക്കെ, 2010 ഏപ്രിൽ 1 എഴുതി വെച്ചേക്കുക. 2010 ഏപ്രിൽ 1 ഈ നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പറയാം. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം, ഓക്കെ, 2002 എഴുതി വെക്കുക കേട്ടോ. 2002 86 ഭരണഘടനാ ഭേദഗതി ഭരണഘടനയിൽ എന്ത് കൂട്ടിച്ചേർത്തു? 21A എന്നൊരു പുതിയ വകുപ്പ് 21ാം വകുപ്പിന് കീഴെയായിട്ട് കൂട്ടിച്ചേർത്തപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം വകുപ്പ് 21A കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. വർഷം 2002. ഓക്കെ, 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A എന്ന വകുപ്പ് 21ാം വകുപ്പിന് കീഴെയായിട്ട് കൂട്ടിച്ചേർത്തത്. ഇനി രാഷ്ട്രവും നിയമവും നിർണയിക്കുന്ന രീതിയിൽ 6 മുതൽ 14 വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്നാണ് ഈ അവകാശം പറയുന്നത്. എന്താണ് വിദ്യാഭ്യാസ അവകാശം പറയുന്നത്? രാഷ്ട്രവും നിയമവും നിർണയിക്കുന്ന എല്ലാ രീതിയിലുള്ള വിദ്യാഭ്യാസം 6 മുതൽ 14 വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്നാണ് പറയുന്നത്. ഇനി 2009 ഓഗസ്റ്റ് 26 ഇന്ത്യൻ പാർലമെന്റ് 21A വകുപ്പ് വിഭാവനം ചെയ്ത ആശയത്തിന് പ്രാബല്യം നൽകിക്കൊണ്ടുള്ള ഒരു നിയമം പാസാക്കി. അപ്പോൾ എപ്പോഴാണ് നിയമം പാസാക്കിയത്? 2009 ഓഗസ്റ്റ് 26 2009 ഓഗസ്റ്റ് 26 ഇന്ത്യൻ പാർലമെന്റ് എന്തു ചെയ്യുന്നത്? 21A വകുപ്പ് വിഭാവനം ചെയ്ത ആശയത്തിന് പ്രാബല്യം നൽകിക്കൊണ്ടുള്ള ഒരു നിയമം പാസാക്കുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം അഥവാ കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എങ്ങനെയാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം അല്ലെങ്കിൽ കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രാഥമിക വിദ്യാഭ്യാസം ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 2010 ഏപ്രിൽ 1 ഈ നിയമം നിലവിൽ വരുന്നത്. ഈ നിയമത്തോടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിട്ട് മാറി. ഓക്കെ, ഈ നിയമത്തോട് കൂടിയിട്ട് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്തായിട്ട് മാറി? ഒരു മൗലിക അവകാശമായിട്ട് മാറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത ചോദ്യം, സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി ആരാണ്? ഓപ്ഷൻ ഡി മലാല യൂസഫ്സായ് ആണ്. ഓക്കെ, മലാല യൂസഫ്സായ് ആണ്. അപ്പോൾ ആരാണ് മലാല യൂസഫ്സായ് എന്ന് പറയുന്നത്? സ്ത്രീ വിദ്യാഭ്യാസത്തിനായിട്ട് പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റും ആണ് ആര്? മലാല യൂസഫ്സായ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റും ആണ്.
ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മലാല യൂസഫ്സായ് ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവാണ്. എപ്പോഴാണ് മലാല യൂസഫ്സായിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്? 2011 ഓക്കെ, 2011 നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഓക്കെ, ഇനി 2009 11 വയസ്സുള്ളപ്പോൾ BBC വേണ്ടി ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. മലാല യൂസഫ്സായി 2009 11 വയസ്സുള്ളപ്പോൾ BBC വേണ്ടിയിട്ട് ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആദ്യത്തെ ദേശീയ സമാധാന പുരസ്കാരം നേടിയിട്ടുണ്ട്. ഓക്കെ, മലാല യൂസഫ്സായ് പാകിസ്ഥാന്റെ ആദ്യത്തെ ദേശീയ സമാധാന പുരസ്കാരം നേടിയിട്ടുണ്ട്. മലാലയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാന പ്രകാരം 2012 നവംബർ 10 അന്താരാഷ്ട്ര മലാല ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഓക്കെ, മലാല യൂസഫ്സായിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാന പ്രകാരം എപ്പോഴാണ്? 2012 നവംബർ 10 ഓക്കെ, 2012 നവംബർ 10 എന്തായിട്ട് ആചരിക്കുന്നത്? മലാല ദിനമായിട്ട് ആചരിക്കുന്നത്. ജനനം, മലാല യൂസഫ്സായിയുടെ ജനനം അറിഞ്ഞിരിക്കുക 1997 ജൂലൈ 12 1997 ജൂലൈ 12 മലാല യൂസഫ്സായ് ജനിക്കുന്നത്. പാകിസ്ഥാനിലാണ്. മലാല യൂസഫ്സായിന്റെ മറ്റു പേരാണ് ഗുൽ മക്കായ്. എന്താണ്? ഗുൽ മക്കായ് എന്നുള്ളതാണ് മറ്റൊരു പേരെന്ന് പറയുന്നത്. 2012 നവംബറിൽ മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, 2012 നവംബറിൽ മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലാല യൂസഫ്സായ് ആണ്. ബാക്കി പറഞ്ഞ പോയിന്റ്സും കൂടെ ഓർത്തിരിക്കുക. ഇനി അടുത്ത ഓപ്ഷൻ ആരാണ് നമുക്ക് തന്നിട്ടുള്ളത്? ബെറ്റി വില്യംസ് ആണ് അല്ലേ? ബെറ്റി വില്യംസ് 1976 മൈറീഡ് കോറിഗനൊപ്പം സമാധാന സംരംഭങ്ങൾക്കുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി അല്ലെങ്കിൽ വനിതയാണ് ബെറ്റി വില്യംസ്. ആരാണ് ബെറ്റി വില്യംസ്? 1976 വർഷം ഓർത്തിരിക്കുക. 1976 മൈറീഡ് കോറിഗനൊപ്പം സമാധാന സംരംഭങ്ങൾക്കുള്ള നൊബേൽ സമ്മാനം നേടിയ വനിതയാണ് ബെറ്റി വില്യംസ്. ബെറ്റി വില്യംസിന്റെ ജനനം കൂടെ ഓർത്തിരിക്കുക 1943 മെയ് 22 1943 മെയ് 22. അടുത്ത ഓപ്ഷൻ ആങ് സാൻ സൂക്കി. ആങ് സാൻ സൂക്കിയെ കുറിച്ച് പറയുമ്പോൾ ജനനം 1945 ജൂൺ 19 ഓക്കെ, 1945 ജൂൺ 19 ജനിക്കുന്നത്. 1991 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ആങ് സാൻ സൂക്കിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത് എപ്പോഴാണ്? 1991. ഇനി അടുത്ത വ്യക്തി ആരാണ്? മദർ തെരേസയാണ് അല്ലേ? മദർ തെരേസയുടെ ജനനം 1910 ഓഗസ്റ്റ് 26 ഓക്കെ, 1910 ഓഗസ്റ്റ് 26 മദർ തെരേസ ജനിക്കുന്നത്. അൽബേനിയയിലാണ് ജനിച്ചത്. ഓക്കെ, അൽബേനിയയിൽ ജനിക്കുകയും ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? മദർ തെരേസ. 1979 മദർ തെരേസയ്ക്ക് എന്ത് ലഭിക്കുന്നത്? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത് 1979. 2016 സെപ്റ്റംബർ 4 മദർ തെരേസയെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ത് ചെയ്തു? വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2016 സെപ്റ്റംബർ 4 മദർ തെരേസയെ വിശുദ്ധയായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് മരണശേഷം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കൊൽക്കത്തയിലെ വാഴ്ത്തപ്പെട്ട തെരേസ എന്ന പേരിൽ അവരെ വാഴ്ത്തപ്പെട്ടതായിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, മരണശേഷം വാഴ്ത്തപ്പെട്ട തെരേസ എന്ന പേരിൽ അവരെ വാഴ്ത്തപ്പെട്ടതായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മദർ തെരേസയുമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സ്ഥലത്താണ്? ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. അപ്പോൾ ദേശീയ പതാകയുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് പറയാം. ഇന്ത്യൻ പതാക എന്നറിയപ്പെടുന്നത് ഏതാണ്?
ത്രിവർണ പതാകയാണ് അല്ലെ. ഇന്ത്യൻ പതാക അറിയപ്പെടുന്നതാണ് ത്രിവർണ പതാക എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത് നമ്മളിപ്പോൾ പറഞ്ഞു പിംഗലി വെങ്കയ്യാണ് അല്ലെ. രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യാണ്. ഇന്ത്യൻ പതാകയിലെ നിറങ്ങൾ ഏതൊക്കെയാണ്? കുങ്കുമ നിറം, വെള്ള നിറം, പച്ച നിറം അല്ലെ. കുങ്കുമ നിറം, വെള്ള നിറം, പച്ച നിറം എന്നിവയാണ് ഇന്ത്യൻ പതാകയിലെ നിറങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യഭാഗത്തെ ചിഹ്നം ഏതാണ്? അശോക ചക്രമാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യഭാഗത്തെ ചിഹ്നം അശോക ചക്രമാണ്. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24 അല്ലെ. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24. നിറം ചോദിച്ചു കഴിഞ്ഞാൽ ആരക്കാലുകളുടെ നിറം നാവിക നീലയാണ്. നാവിക നീല. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 എന്നുള്ളത് ഓർത്തിരിക്കുക. വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമയാണ് വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യത്തെ വ്യക്തി. ഭിക്കാജി കാമ ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ നടന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ പങ്കെടുക്കുകയും ഒരു ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത വർഷം എപ്പോഴാണ്? 1907 ഓക്കെ. ഭിക്കാജി കാമ ഒരു വിദേശത്ത് ഇന്ത്യൻ പതാക ഉയർത്തുന്നത് 1907 എവിടെയാണത്? ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ നടന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസിലാണ് പതാക ഉയർത്തിയത്. ഓക്കെ. ഇനി ഈ പതാകയിലെ ഓരോ നിറവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയും ശക്തിയെയുമാണ്. ഓക്കെ. കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരത, ശക്തി എന്നിവയാണ്. വെള്ള സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? സത്യം, സമാധാനം. സത്യം, സമാധാനം. പച്ച നിറം സൂചിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയാണ്. ഓക്കെ. പച്ച നിറം സൂചിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയാണ്. അശോക ചക്രം സൂചിപ്പിക്കുന്നത് രാഷ്ട്ര പുരോഗതിയാണ്. അശോക ചക്രം സൂചിപ്പിക്കുന്നത് രാഷ്ട്ര പുരോഗതി. കുങ്കുമം ധീരത, ശക്തി. വെള്ള സത്യം, സമാധാനം. പച്ച രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധി. അശോക ചക്രം രാഷ്ട്ര പുരോഗതിയാണ്. ഇനി ഭിക്കാജി കാമ ഉയർത്തിയ പതാകയിലെ താമരകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8. ഭിക്കാജി കാമ ഉയർത്തിയ പതാകയിലെ താമരകളുടെ എണ്ണം എന്ന് പറയുന്നത് 8. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അഡ്ഹോക്ക് കമ്മിറ്റി ഓഫ് നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയുടെയും നിറങ്ങളുടെയും അശോക ചക്രത്തിന്റെയും അർത്ഥങ്ങളെ പറ്റി വിശദീകരിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയുടെയും നിറങ്ങളുടെയും അശോക ചക്രത്തിന്റെയും അർത്ഥങ്ങളെ പറ്റി വിശദീകരിച്ച വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ത്രിവർണ പതാക ദേശീയ പതാകയാക്കുന്നതിനുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1931 കോൺഗ്രസ് സമ്മേളനത്തിലാണ് ത്രിവർണ പതാകയെ ദേശീയ പതാകയാക്കുന്നതിനുള്ള പ്രമേയം പാസാക്കിയത്. 1931 സമ്മേളനം. 1931 അംഗീകരിച്ച ത്രിവർണ പതാകയിലെ മധ്യഭാഗത്തെ ചിഹ്നം എന്തായിരുന്നു? ചർക്കയായിരുന്നു. ഓക്കെ. ചർക്കയായിരുന്നു 1931 അംഗീകരിച്ച ത്രിവർണ പതാകയിലെ മധ്യഭാഗത്തെ ചിഹ്നം. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെ പ്രതീകമാണ് ചർക്ക എന്ന് പറയുന്നത്. ഇനി ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? 2002 ജനുവരി 26 ഫ്ലാഗ് കോഡ് നിലവിൽ വരുന്നത്. 2002 ജനുവരി 26 നാഷണൽ ഫ്ലാഗ് കോഡ് പ്രകാരം ദേശീയ പതാക നിർമ്മിക്കുന്ന അളവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 9. നാഷണൽ ഫ്ലാഗ് കോഡ് പ്രകാരം ദേശീയ പതാക നിർമ്മിക്കാവുന്ന അളവുകളുടെ എണ്ണം 9. ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല എന്ന് പറയുന്നത് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം ഹൂബ്ലിയാണ്. ഹൂബ്ലി കർണാടകയാണ്. ഓക്കെ. ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല ഹൂബ്ലിയാണ്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം 1971 ഡിസംബർ 23 അതുകൂടെ ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ദേശീയ പതാകയെക്കുറിച്ച് എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞു.
ഇനി ദേശീയ മുദ്രയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ്? സിംഹമുദ്രയാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്നത്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്തൂപം പണികഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? അശോകനാണ്. ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്തൂപം പണികഴിപ്പിച്ച ഭരണാധികാരി അശോകനാണ്. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? സിംഹം, കാള, ആന, കുതിര എന്നിവയാണ്. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങളാണ് സിംഹം, കാള, ആന, കുതിര. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രാവാക്യം എന്താണ്? സത്യമേവ ജയതേയാണ്. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രാവാക്യം സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം സ്വീകരിച്ചിരിക്കുന്ന ഉപനിഷത്ത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടകോപനിഷത്താണ്. ഓക്കെ, സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം സ്വീകരിച്ചിരിക്കുന്ന ഉപനിഷത്ത് ഏതാണ്? മുണ്ടകോപനിഷത്താണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദേശീയ മുദ്രയുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. ഇനി ദേശീയ കലണ്ടർ ഏതാണ്? നമ്മുടെ ദേശീയ കലണ്ടർ എന്ന് പറയുന്നത് ശകവർഷമാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷം. ശകവർഷം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? കനിഷ്കനാണ്. ശകവർഷം ആരംഭിച്ച ഭരണാധികാരി കനിഷ്കനാണ്. ശകവർഷം ആരംഭിച്ചത് AD 78 ഓക്കെ, ശകവർഷം ആരംഭിച്ചത് AD 78 ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം ആണ് കേട്ടോ. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം. ശകവർഷത്തിലെ ചൈത്രമാസം ഗ്രിഗോറിയൻ കലണ്ടറിൽ ആരംഭിക്കുന്നത് എപ്പോഴാണ്? മാർച്ച് 22 സാധാരണ വർഷത്തിൽ ആരംഭിക്കുന്നത്. മാർച്ച് 21 അധിവർഷത്തിൽ ആരംഭിക്കുന്നത്. ശകവർഷത്തിലെ അവസാന മാസം ഫൽഗുനം ആണ്. ശകവർഷത്തിലെ അവസാന മാസം ഏതാണ്? ഫൽഗുനം ആണ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കുക. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതി. അപ്പോൾ നോക്കുക, മൗലിക കടമകളെ കുറിച്ച് കുറച്ച് പോയിന്റ്സും കൂടെ അറിഞ്ഞിരിക്കുക. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭാഗം 4A ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, ഭാഗം 4A ആണ്. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ 51A ആണ്. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A ആണ്. USSRന്റെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? USSRൽ നിന്നാണ്. ഓക്കെ, റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്ന് പറയുന്നത് 1976 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 1977 ജനുവരി 3 മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി 3 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞു 42ാം ഭേദഗതിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം 11 മൗലിക കടമകളുടെ എണ്ണം 11 ഏത് ഭേദഗതിയിലൂടെയാണ്? 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ.
നിർദ്ദേശക തത്വങ്ങളെ പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നവയല്ല. നിർദ്ദേശക തത്വങ്ങളെ പോലെ മൗലിക കടമകൾ എന്ത് ചെയ്യാൻ കഴിയില്ല? കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി ഭരണഘടന നിഷ്കർഷിക്കുന്നു. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായിട്ട് ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് മൗലിക കടമകളെക്കുറിച്ച്. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭേദഗതികൾ കൂടെ അറിഞ്ഞിരിക്കുക. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24-ാം ഭേദഗതി. ഓക്കെ, എന്താണ്? മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24-ാം ഭേദഗതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭേദഗതിയാണ് 7-ാമത്തെ ഭേദഗതി. 7-ാം ഭേദഗതി എന്താണ്? 1956-ൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 1956-ൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത്. 7-ാം ഭേദഗതി. അടുത്തത് വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി മാറ്റിയ ഭേദഗതിയാണ് 61-ാം ഭേദഗതി. ഓക്കെ, വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി മാറ്റിയ ഭേദഗതി ഏതാണ്? 61-ാം ഭേദഗതിയാണ്. അടുത്തത് 2003-ലെ 89-ാം ഭേദഗതി. ഇമ്പോർട്ടൻ്റ് ആണ്. 89-ാം ഭേദഗതി എന്താണ് പറയുന്നത്? പട്ടികവർഗക്കാർക്കു വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് 2003-ലെ 89-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. പട്ടികവർഗക്കാർക്കു വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു 42-ാം ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആണ്. 1976 ആണ് കേട്ടോ വർഷം. 1976-ലാണ് 42-ാം ഭേദഗതി, ഓർത്തിരിക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പാണ് 86-ാമത്തെ വകുപ്പല്ല ഭേദഗതി. 86-ാം ഭേദഗതി എന്ന് പറയുന്നത് 2003-ലാണ്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊരുക്കാൻ രക്ഷിതാക്കളെ ചുമതലപ്പെടുത്തുന്ന കർത്തവ്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 86-ാം ഭേദഗതിയിലൂടെയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 73-ാം ഭേദഗതി. 73 എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭേദഗതിയാണ് 73-ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട എന്താണ് ഭരണഘടനാ ഭേദഗതി ഏതാണ്? 73-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 44-ാം ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി 1978-ലാണ് 44-ാം ഭേദഗതി വരുന്നത്. സ്വത്ത് സ്വത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കുവാനുള്ള അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കുവാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭേദഗതി. സ്വത്തവകാശം അപ്പോൾ ഇപ്പോൾ എന്താണ്? ഒരു നിയമാവകാശമാണ്. ആർട്ടിക്കിൾ 300A-യിലാണ് സ്വത്തവകാശം വരുന്നത് അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പേരാലാണ്. പക്ഷേ PSC ഇവിടെ ഉത്തരമായിട്ട് നൽകിയിട്ടുള്ളത് അരയാലാണ്. ഓക്കെ, ഉത്തരമായിട്ട് നൽകിയിട്ടുള്ളത് അരയാൽ എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ദേശീയ പതാക നമ്മൾ പറഞ്ഞു ത്രിവർണ്ണ പതാകയാണ്. ത്രിവർണ്ണ പതാക ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22. ദേശീയ മുദ്ര ഏതാണ്? സിംഹമുദ്രയാണ്. സിംഹമുദ്രയെ ദേശീയ മുദ്രയായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ്. ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ്. ജനഗണമന അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ദേശീയ ഗീതം വന്ദേമാതരമാണ്. വന്ദേമാതരത്തെ ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത് എപ്പോഴാണ്? 1950 ജനുവരി 24-നാണ്.
ദേശീയ കലണ്ടർ ശകവർഷം അംഗീകരിച്ചത് എപ്പോഴാണ്? 1957 മാർച്ച് 22-നാണ്. ദേശീയ പുഷ്പം നമുക്കറിയാം താമരയാണ്. ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവയാണ്. ഓക്കെ, റോയൽ ബംഗാൾ കടുവ അംഗീകരിച്ചത് എപ്പോഴാണ്? 1972 നവംബറിലാണ്. ദേശീയ പക്ഷി മയിലാണ്. അംഗീകരിച്ചത് 1963-ലാണ്. ദേശീയ ഭാഷ ഹിന്ദി അംഗീകരിച്ചത് എപ്പോഴാണ്? 1965 ജനുവരിയിലാണ്. ദേശീയ വൃക്ഷം പേരാൽ. ഓക്കെ, ദേശീയ ഫലം എന്താണ്? മാങ്ങ. ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. ദേശീയ കായിക വിനോദം ഹോക്കി. ദേശീയ ശില്പി ദേവനാഗിരിയാണ്. ദേശീയ ലിപി ദേവനാഗിരി. ദേശീയ നദി ഗംഗയാണ് അല്ലെ? ദേശീയ നദി ഗംഗ. ഗംഗയെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ചത് 2008 നവംബർ 4-നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2008 നവംബർ 4-നാണ് ദേശീയ നദിയായിട്ട് ഗംഗയെ അംഗീകരിച്ചത്. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ആണ്. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ അംഗീകരിച്ചത് 2009 ഒക്ടോബർ 5-നാണ്. ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. ദേശീയ പൈതൃക മൃഗം ആനയാണ്. അംഗീകരിച്ചത് 2010 ഒക്ടോബറാണ്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത് 2010 ജൂലൈ 15-നാണ്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത് 2010 ജൂലൈ 15-നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചിഹ്നങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ് എന്ന് പറഞ്ഞു. ഈ ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 343 ആണ്. അനുച്ഛേദം 343 ആണ്. ഓക്കെ, 343 ആണ്. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഹിന്ദി ഭാഷയുടെ ലിപിയാണ് ദേവനാഗിരി. ദേശീയ ലിപി എന്നറിയപ്പെടുന്നത് ദേവനാഗിരിയാണ്. INC-യുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തിരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം. INC-യുടെ ഔദ്യോഗിക ഭാഷയായിട്ട് ഹിന്ദി തിരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ്? കാൺപൂർ സമ്മേളനമാണ്. 1925 കാൺപൂർ സമ്മേളനമാണ്. അതുപോലെ ഇന്ത്യയുടെ ദേശീയ മൃഗം നമ്മൾ പറഞ്ഞു റോയൽ ബംഗാൾ കടുവയാണ്. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം അതിനോടൊപ്പം ഓർത്തിരിക്കുക. 1973-ലാണ് പ്രോജക്റ്റ് ടൈഗർ ആരംഭിക്കുന്നത്. അതുപോലെ പ്രോജക്റ്റ് ടൈഗർ ആദ്യമായി നടപ്പിലാക്കിയ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29-നാണ്. അതുകൂടെ ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29-നാണ്. വെള്ളക്കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? നന്ദൻ കാനനാണ്. ഒഡീഷയിലെ നന്ദൻ കാനൻ. ഓക്കെ, ഇനി ഗംഗാ ഡോൾഫിൻ ആണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് പറഞ്ഞല്ലേ. ഗംഗാ ഡോൾഫിൻ പ്രാദേശികമായി അറിയപ്പെടുന്നത് എന്താണ്? സുസു എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സുസു എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ദേശീയ പൈതൃക മൃഗം ആനയാണെന്ന് പറഞ്ഞു. പ്രോജക്റ്റ് എലിഫന്റ് നിലവിൽ വന്ന വർഷം ഓർത്തിരിക്കുക. 1992-ലാണ് പ്രോജക്റ്റ് എലിഫന്റ് നിലവിൽ വരുന്നത്. 1992-ലാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് എന്ത്? ഗംഗ. ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത്? നമാമി ഗംഗ. നമാമി ഗംഗ 2014-ലാണ് വരുന്നത്. ഇനി ദേശീയ പ്രതിജ്ഞ. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ആണ്. പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ആണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത്. തെലുങ്കു ഭാഷയിലാണ് വെങ്കിട്ട സുബ്ബറാവു ഇന്ത്യൻ സത്യപ്രതിജ്ഞയ്ക്ക് ആസ്പദമായ വരികൾ ആദ്യമായി എഴുതി തയ്യാറാക്കിയിരുന്നത്. തെലുങ്കു ഭാഷയിലാണ് ആദ്യമായിട്ട് എഴുതി തയ്യാറാക്കിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കാം. ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതമായ, അടുത്ത ചോദ്യമാണ്, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഏത് കൃതിയിൽ നിന്നുമാണ്? ആനന്ദ മഠം എന്ന കൃതിയിൽ നിന്നും എടുത്തതാണ്. ഓക്കെ, ആനന്ദ മഠം എന്ന കൃതിയിൽ നിന്നും എടുത്തതാണ്. അപ്പോൾ നമുക്ക് ദേശീയ ഗീതത്തെക്കുറിച്ചും ദേശീയ ഗാനത്തെക്കുറിച്ചും ഒക്കെ നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് ഏത്? വന്ദേ മാതരം. നമ്മൾ പറഞ്ഞു. വന്ദേ മാതരം രചിച്ചത് ആരാണ്? അതും നമ്മൾ പറഞ്ഞു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത്. ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ച ഭാഷ ഏതാണ്?
സംസ്കൃത ഭാഷയാണ്. ദേശീയ ഗീതമായിട്ടുള്ള വന്ദേമാതരം രചിച്ച ഭാഷ സംസ്കൃതമാണ്. വന്ദേമാതരം രചിച്ചിരിക്കുന്ന രാഗം ഏതാണ്? ദേശരാഗമാണ്. ഭാഷ സംസ്കൃതം, രാഗം ഏതാണ്? ദേശരാഗമാണ്. വന്ദേമാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനമാണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത്. വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? അരബിന്ദ ഘോഷാണ്. വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അരബിന്ദ ഘോഷാണ്. വന്ദേമാതരം തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേമാതരം തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. 1947 ഓഗസ്റ്റ് 15 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വന്ദേമാതരം ആലപിച്ച വനിതയാരാണ്? സുചേത കൃപലാനിയാണ്. സുചേത കൃപലാനി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദേശീയ ഗീതവുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ്. ജനഗണമനയുടെ കർത്താവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ജനഗണമനയുടെ കർത്താവ് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ജനഗണമന രചിച്ചിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. ജനഗണമന രചിച്ചിരിക്കുന്ന രാഗം ശങ്കരാഭരണം. ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1911 കൊൽക്കത്ത സമ്മേളനമാണ്. ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിച്ചതും കൊൽക്കത്ത സമ്മേളനമാണ്. 1896 കൊൽക്കത്ത സമ്മേളനം. ദേശീയ ഗാനം ആലപിച്ചത് 1911 കൊൽക്കത്ത സമ്മേളനമാണ്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തി ആരാണ്? റാം സിംഗ് താക്കൂർ ആണ്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തിയാണ് റാം സിംഗ് താക്കൂർ. ദേശീയഗാനം പൂർണ്ണമായി ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 52 സെക്കൻഡാണ്. ദേശീയഗാനം പൂർണ്ണമായിട്ടും ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. ജനഗണമനയെ ബംഗാളി ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പം ജനഗണമന എഴുതിയിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയാണ്. അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതും ആര് തന്നെയാണ്? ജനഗണമനയുടെ കർത്താവായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് ടാഗോർ നൽകിയ പേരെന്താണ്? ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ഓക്കെ, ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത്. ദേശീയഗാനം ആദ്യം അറിയപ്പെട്ടിരുന്ന പേരാണ് ഭാരത് വിധാത. ദേശീയഗാനം ആദ്യം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഭാരത് വിധാത എന്നാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ദേശീയ ഗാനവും ദേശീയ ഗീതവുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കുക. അടുത്തത് മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? അയിത്ത നിർമാർജനമാണ്. ഓക്കെ, അയിത്ത നിർമാർജനം. അപ്പോൾ അയിത്ത നിർമാർജനം എന്ന് പറയുന്നത് എവിടെ വരുന്നതാണ്? സമത്വാവകാശത്തിൽ വരുന്നതാണ് അല്ലേ? സമത്വാവകാശത്തിൽ വരുന്നതാണ്. അപ്പോൾ സമത്വാവകാശം എന്ന് പറയുന്നത് 14 മുതൽ 18 വരെയുള്ള വകുപ്പാണ്. ഓക്കെ, 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളിലാണ് എന്ന് പറയുന്നത് സമത്വത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ സമത്വാവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമാണ് അല്ലേ? അടിസ്ഥാന പ്രമാണമാണ്. അപ്പോൾ സമത്വാവകാശത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നിയമത്തിനു മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. നിയമത്തിനു മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. ആർട്ടിക്കിൾ 14 അടുത്തത് ആർട്ടിക്കിൾ 15 പറയുന്നത് വിവേചനത്തിൽ നിന്നുമുള്ള സംരക്ഷണമാണ്. വിവേചനത്തിൽ നിന്നുമുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 16 നിയമനങ്ങളിലെ അവസര സമത്വമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 16 നിയമനങ്ങളിലെ അവസര സമത്വം. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ. ഇതാണ് സമത്വാവകാശത്തിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ അയിത്ത നിർമാർജനത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറയാം. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 17 കേട്ടോ. അയിത്ത നിർമാർജനം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവയുടെ നിരോധനം സംബന്ധിച്ച ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 17 അയിത്ത നിർമാർജനം എന്ന് പറയുന്നത്. ഓക്കെ, തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവയുടെ നിരോധനം സംബന്ധിച്ച ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 17 അയിത്ത നിർമാർജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മഹാത്മാഗാന്ധി കീ ജയ് എന്ന വിളികളോടെ അംഗീകരിക്കപ്പെട്ട ഏക വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനമാണ്. 1955 ജൂണിൽ
അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് നിലവിൽ വന്നു. ഓക്കെ, അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? 1955 അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് നിലവിൽ വരുന്നത്. ഇത് പ്രകാരം ഐത്താചരണം ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമായിട്ട് മാറി. 1955 അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് പ്രകാരം ഐത്താചരണം എന്തായിട്ട് മാറി? ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമായിട്ട് മാറി. 1955 പാർലമെന്റ് പാസാക്കിയിട്ടുള്ള അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ടിനെ 1976 ഭേദഗതി ചെയ്യുകയും പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പുനർനാമകരണം ചെയ്തത് എപ്പോഴാണ്? 1976 എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ നിയമം ലംഘിക്കുന്നവർക്ക് പരമാവധി 2 വർഷം വരെ കഠിന തടവ് ശിക്ഷയുൾപ്പെടെ ലഭിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അറിയാനുള്ളത് സമത്വാവകാശത്തിൽ വരുന്ന മറ്റ് വകുപ്പുകളാണ്. അപ്പോൾ ആർട്ടിക്കിൾ 14 ആദ്യം നോക്കാം. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ സമത്വവും നിയമം മുഖേന തുല്യ സംരക്ഷണവും നിഷേധിക്കപ്പെടരുതെന്ന് സമത്വാവകാശം പറയുന്നുണ്ട്. നിയമത്തിന് മുന്നിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചോദിക്കാറുണ്ട് PSCക്ക്. നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണ് എന്നാണ്. അതായത് നിയമപരമായിട്ട് വിവേചനങ്ങൾ പാടില്ല എന്നും ആരും രാജ്യത്തിലെ നിയമത്തിന് അതീതരല്ലെന്നും അത് പ്രഖ്യാപിക്കുന്നു. പദവിയോ സമ്പത്തോ നോക്കാതെ നിയമം എല്ലാവരെയും തുല്യരായിട്ട് പരിഗണിക്കുന്നു. അതാണ് പറയുന്നത്. നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യമാണ്, നിയമപരമായ വിവേചനങ്ങൾ പാടില്ല, ആരും രാജ്യത്തിലെ നിയമത്തിന് അതീതരല്ല എന്നും പ്രഖ്യാപിക്കുന്നു. അതായത് പദവിയോ സമ്പത്തോ നോക്കാതെ നിയമം എല്ലാവരെയും തുല്യരായിട്ട് പരിഗണിക്കുന്നു. ഇതാണ് നിയമത്തിന് മുന്നിൽ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാവർക്കും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കും, തുല്യമായ സാഹചര്യങ്ങളിൽ എല്ലാവർക്കും തുല്യമായ പരിഗണന ലഭിക്കുമെന്നും ആരോടും പക്ഷഭേദം കാണിക്കുന്നില്ല എന്നുമാണത് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. ഓക്കെ, വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാതരം വിവേചനങ്ങളെയും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാതരം വിവേചനങ്ങളെയും അവസാനിപ്പിക്കുക. അതായത് വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, വിനോദസ്ഥലങ്ങൾ, കുളങ്ങൾ, കിണറുകൾ, സ്നാനഘട്ടങ്ങൾ, റോഡുകൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ ഒരു പൗരനും പ്രവേശനം നിഷേധിക്കാൻ പാടില്ല. ജാതി, മതം, വിശ്വാസപ്രമാണം, ലിംഗം, ഭാഷ, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല. എന്നാൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന അധസ്ഥിത വിഭാഗങ്ങളുടെയും നന്മയ്ക്കായി പ്രത്യേക നിയമം ഉണ്ടാക്കാൻ ഈ അവകാശം ഗവൺമെന്റിനെ തടസ്സപ്പെടുത്തുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം എന്ന് പറയുന്നത്. ഇനി അവസര സമത്വം. ആർട്ടിക്കിൾ 17 പറയുന്നത് അവസര സമത്വമാണ്. അതായത് പൊതു നിയമനങ്ങളിൽ എല്ലാ പൗരന്മാർക്കും ഭരണഘടന എന്ത് നൽകുന്നുണ്ട്? അവസര സമത്വം ഉറപ്പ് നൽകുന്നുണ്ട്. അതായത് പൊതു നിയമനങ്ങൾ എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലികളിൽ എല്ലാ പൗരന്മാർക്കും അവസര സമത്വം ഉറപ്പ് നൽകുന്നു. ജാതി, മതം, ലിംഗം, ദേശം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ലെന്ന് അത് അനുശാസിക്കുന്നു. ഓക്കെ, രാഷ്ട്രത്തിന്റെ കീഴിൽ വരുന്ന ഏത് സ്ഥാപനത്തിലേക്കുമുള്ള തൊഴിലിനും നിയമത്തിനും എന്താണ്? ഇത് ബാധകമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അവസര സമത്വം ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി. ഓക്കെ, അവസര സമത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സച്ചാർ കമ്മിറ്റിയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച 7 അംഗ കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി. അതുകൂടെ ഓർത്തിരിക്കുക. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട 7 അംഗ കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി. ഇനിയുള്ളത് അയിത്ത നിർമ്മാർജ്ജനം നമ്മൾ പറഞ്ഞു. ഇനി ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കലാണ്. അതായത് ഒരു വ്യക്തിക്ക് സൈനികവും പാണ്ഡിത്യപരവുമായിട്ടുള്ള മികവിനൊഴികെ ഏതൊരു ബഹുമതിയും നൽകുന്നതിൽ നിന്ന് ഭരണഘടന രാഷ്ട്രത്തെ വിലക്കുന്നു. ഇതിനു പുറമെ ഇന്ത്യൻ പൗരന്മാർ രാഷ്ട്രപതിയുടെ അനുവാദമില്ലാതെ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ബഹുമതികൾ സ്വീകരിക്കുന്നതും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്.
അതേസമയം സാമൂഹിക സാംസ്കാരിക സേവനങ്ങൾക്കും ധീരതയ്ക്കും വ്യക്തികൾക്ക് ബഹുമതികൾ നൽകുന്നതിന് ഭരണഘടന അനുമതി നൽകുന്നു. അതായത് മഹാവീര ചക്രം, പരംവീര ചക്രം, ഭാരതരത്നം, പത്മശ്രീ അങ്ങനെയുള്ള ബഹുമതികൾ കൊടുക്കുന്നതിനൊന്നും ഭരണഘടന എന്ത് ചെയ്യുന്നില്ല, തടസ്സം പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 1993 സെപ്റ്റംബർ 28-നാണ്. 1993 സെപ്റ്റംബർ 28-നാണ് നിയമം നിലവിൽ വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1993 ഒക്ടോബർ 12-നാണ്. ഓക്കെ, ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമാവുന്നത്. നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28, കമ്മീഷൻ സ്ഥാപിതമാവുന്നത് 1993 ഒക്ടോബർ 12-നാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെയാണ്? 2006, 2019 എന്നീ വർഷങ്ങളിലാണ് ദേശീയ മനുഷ്യാവകാശ നിയമം എന്ത് ചെയ്യുന്നത്? ഭേദഗതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാണ്? ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഓക്കെ, ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും അടങ്ങുന്നതാണ്. അപ്പോൾ ചെയർമാനും 5 സ്ഥിരാംഗങ്ങൾ എന്ന് പറയുമ്പോൾ 6 പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കാനും നീക്കം ചെയ്യാനുമുള്ള അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിക്കുന്നത് ആരെയാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജി പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയെയോ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിക്കുന്നത്. ഓക്കെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ ചെയർമാനെ കൂടാതെ 5 സ്ഥിരാംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 5 സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒന്ന് സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജ്. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജ്. രണ്ടാമത്തെ അംഗം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. മൂന്നാമത്തേത് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിജ്ഞാനമോ ഉള്ള ആളുകളിൽ നിന്നും നിയമിക്കപ്പെടുന്ന 3 അംഗങ്ങളാണ്. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിജ്ഞാനമോ ഉള്ള ആളുകളിൽ നിന്ന് നിയമിക്കപ്പെടുന്ന 3 അംഗങ്ങൾ. അങ്ങനെ 5 അംഗങ്ങളാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി. ഓക്കെ, പ്രധാനമന്ത്രിയാണ് മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, ഓർത്തിരിക്കുക, പ്രധാനമന്ത്രിയാണ് ചെയർമാൻ. പിന്നെ ആരൊക്കെ ഉണ്ടാവും? ആഭ്യന്തരമന്ത്രി ഉണ്ടാകും, ലോക്സഭാ സ്പീക്കർ ഉണ്ടാകും, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടാകും, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? എഴുതി വെക്കുക. പ്രധാനമന്ത്രി ആയിരിക്കും ചെയർമാൻ, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ്? എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 ദേശീയ വനിതാ കമ്മീഷൻ, 2 ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ,
ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നിവയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആണ്. ഓക്കെ, അതായത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ഇവരൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? ജസ്റ്റിസ് മഹേഷ് മിത്തൽ കുമാർ, ജ്യോതിക കൾഡ്ര, ധ്യാനേശ്വർ മനോഹർ മുലായ്, രാജീവ് ജെയിൻ എന്നിവരാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കാം. ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് രംഗനാഥ മിശ്ര. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഓക്കെ, ഇനി അടുത്തത് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ ആരാണ്? എം.എൻ. വെങ്കട ചെല്ലയ്യയാണ്. എം.എൻ. വെങ്കട ചെല്ലയ്യയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ മലയാളി ആരാണ്? നമ്മൾ പറഞ്ഞു, ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. കൂടാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി കൂടെ ഓർത്തിരിക്കുക. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഓക്കെ, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. കൂടാതെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എപ്പോഴാണ്? 1998 ഡിസംബർ 11-നാണ്. ഓക്കെ, 1998 ഡിസംബർ 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമാവുന്നത് 1998 ഡിസംബർ 11-നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആസ്ഥാനം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഓക്കെ, തിരുവനന്തപുരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഓക്കെ, നിയമിക്കുന്നത് ഗവർണർ, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ചെയർമാൻ ഉൾപ്പെടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 3 അംഗങ്ങളാണ് ഉണ്ടാവുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ 3 അംഗങ്ങളാണ് ചെയർമാൻ ഉൾപ്പെടെ ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ആരൊക്കെയാണ് ചെയർപേഴ്സണായിട്ട് നിയമിക്കുന്നത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജായിട്ട് വിരമിച്ച വ്യക്തിയാണ് ചെയർപേഴ്സണായിട്ട് നിയമിക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജായിട്ട് വിരമിച്ച ഒരു വ്യക്തിയെ ചെയർപേഴ്സണായിട്ട് നിയമിക്കുന്നു. മറ്റംഗങ്ങൾ ആരൊക്കെയാണ്? ചെയർപേഴ്സണെ കൂടാതെ 2 അംഗങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം സംസ്ഥാന ജില്ലാ ജഡ്ജിയായി പ്രവർത്തിച്ച വ്യക്തി. ഓക്കെ, ആരാണ് ഒരു അംഗം? ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം സംസ്ഥാന ജില്ലാ ജഡ്ജിയായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഒരംഗം. ഇനി രണ്ടാമത്തെ അംഗം എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കും ഉണ്ടാവുക. ചെയർപേഴ്സണെ കൂടാതെയുള്ള 2 അംഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും ശുപാർശ ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി ആയിരിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും ശുപാർശ ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയെ കൂടാതെ നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരും ഉണ്ടാവും. ഓക്കെ, നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരും ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്?
3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഓക്കെ, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി എന്ന് പറയുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് KM പരീതിപ്പിള്ളയാണ്. ഓക്കെ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് MM പരീതിപ്പിള്ളയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 2005 ആണ്. ഓക്കെ, ഓപ്ഷൻ സി 2005 ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് ദേശീയ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് എന്താണ്? വിവരാവകാശ നിയമമാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? സ്വീഡനാണ്. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ഓക്കെ, വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി ആരാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇനി വിവരാവകാശ നിയമം ലോകസഭ പാസാക്കിയത് 2005 മെയ് 11. ഓക്കെ, 2005 മെയ് 11 ലോക്സഭ പാസാക്കുന്നത്. രാജ്യസഭ പാസാക്കുന്നത് മെയ് 12. പ്രസിഡന്റ് ഒപ്പുവെച്ചത് ജൂൺ 5. ഓക്കെ, പ്രസിഡന്റ് ഒപ്പുവെച്ചത് ജൂൺ 15. ഓക്കെ, 15. അപ്പോൾ വിവരാവകാശ നിയമം 2005, ലോക്സഭ പാസാക്കിയത് 2005 മെയ് 11, രാജ്യസഭ പാസാക്കിയത് 2005 മെയ് 12, പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15. ഓക്കെ, ഇനി ഇന്ത്യൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് 2005 ജൂൺ 21 ഇന്ത്യൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത്. നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12. ഓക്കെ, 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത്. ഒക്ടോബർ 12 നിലവിൽ വന്നത്. ഇനി വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഓക്കെ, വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട. വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. ഓക്കെ, വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ സ്ഥാപക ആരാണ്? അരുണ റോയ് ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ സ്ഥാപക അരുണ റോയ് ആണ്. ഇനി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ 55ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. വിവരാവകാശ നിയമം നടപ്പിലാക്കിയ 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ അപേക്ഷ നൽകിയത് ഷാഹിദ് റാസ ബർണയാണ്. ഷാഹിദ് റാസ ബർണയാണ് പൂനെ പോലീസ് സ്റ്റേഷനിലാണ് നൽകിയത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ അപേക്ഷ നൽകിയത്. ഇനി വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം, ചാപ്റ്ററുകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 6 ചാപ്റ്ററുകളാണ് ഉള്ളത്. ഓക്കെ, വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6. വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 31. ഓക്കെ, 31 വകുപ്പുകളാണ് വിവരാവകാശ നിയമത്തിൽ ഉള്ളത്. 31 വകുപ്പുകളാണ് ആകെ ഉള്ളത്. ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എത്രയാണ്? 10 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അതുപോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള, അതായത് BPL വിഭാഗക്കാരെ അപേക്ഷാ ഫീസ് നൽകുന്നതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പൈസ നൽകുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപേക്ഷാ ഫീസ് നൽകേണ്ടാത്തത് ആർക്കാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള BPL വിഭാഗത്തിൽ വരുന്നവർക്ക് അപേക്ഷാ ഫീസ് ആവശ്യമായിട്ട് വരുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക.
ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് എത്ര ദിവസത്തിനകമാണ്? 30 ദിവസത്തിനകമാണ്. നമ്മൾ വിവരാവകാശം അല്ലെങ്കിൽ വിവരം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 30 ദിവസത്തിനകമാണ്. ഓക്കെ. ഇനി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ നൽകുന്നതെങ്കിൽ അവർ മറുപടി നൽകേണ്ടത് 35 ദിവസത്തിനകം വേണം. ഓക്കെ. അപ്പോൾ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ 30 ദിവസത്തിനകം നമുക്ക് മറുപടി നൽകണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ 35 ദിവസത്തിനകം മറുപടി നൽകണം. ഇനി ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി നൽകേണ്ടത് എത്ര മണിക്കൂറിനുള്ളിലാണ്? 48 മണിക്കൂറിനുള്ളിൽ നൽകണം. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി 48 മണിക്കൂറിനുള്ളിൽ നൽകണം എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിവരാവകാശ കമ്മീഷൻ. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? വകുപ്പ് 12 ആണ്. ഓക്കെ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വകുപ്പ് 12 ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12-നാണ്. ഓക്കെ. 2005 ഒക്ടോബർ 12-നാണ് നിലവിൽ വന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവൻ, ഡൽഹിയാണ്. ഓക്കെ. CIC ഭവൻ, ഡൽഹിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. CIC ഭവൻ, ഡൽഹി. ഇനി കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഉണ്ടാകും, കൂടാതെ 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടാകും. ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഓക്കെ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രിയാണ് ആ കമ്മിറ്റിയുടെ ചെയർമാൻ. പിന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി കൂടി ഉണ്ടാവും. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ കാലാവധിയെയും സേവന വ്യവസ്ഥകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 13. ഓക്കെ. 2019 ഭേദഗതി ചെയ്തതാണ് 13-ാമത്തേത്. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയോ വിവരാവകാശ കമ്മീഷണറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 14-ാമത്തെ വകുപ്പ്. ഓക്കെ. 14-ാമത്തെ വകുപ്പ്. നിലവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 8 ആണ് ഉള്ളത്. ഓക്കെ. ഇപ്പോഴത്തെ അംഗങ്ങളുടെ എണ്ണം 8 ആണ്. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 7 വിവരാവകാശ കമ്മീഷണർമാരും കൂടെ ചേരുന്നതാണ്. ഓക്കെ. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യ വനിത ആരാണ്? ദീപക് സന്ധുവാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധുവാണ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് 15 ആണ്. ഓക്കെ. ആർട്ടിക്കിൾ 15 ആണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് 15 ആണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19-നാണ്. മാറിപ്പോവരുത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19-നാണ്. ഓക്കെ. 19-നാണ്. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്.
ഓക്കെ, അപ്പോൾ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുമ്പെയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ഗവർണർക്കാണ്. ഇവർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്ക് തന്നെയാണ്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. എല്ലാം ഗവർണറാണ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ളത് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുമ്പാകെയാണ്. അവരെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ഗവർണർക്കാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയോ വിവരാവകാശ കമ്മീഷണറെയോ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 17. ഓക്കെ, നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? 17 കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യ വ്യക്തി ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ്. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യ വ്യക്തി പാലാട്ട് മോഹൻദാസ് ആണ്. നിലവിലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിശ്വാസ് മേത്തയാണ്. നിലവിലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെയുള്ള വിവരാവകാശ കമ്മീഷണർമാരുടെ എണ്ണം എത്രയാണ്? 6 ഓക്കെ, 6 എണ്ണമാണ് ഉള്ളത്. അംഗങ്ങൾ 6 ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. ഇനി വിവരാവകാശ ഭേദഗതി നിയമം 2019 കൂടെ നോക്കി വെക്കുക. അപ്പോൾ വിവരാവകാശ ഭേദഗതി നിയമം ലോക്സഭയിൽ പാസ്സാക്കിയത് എപ്പോഴാണ്? 2019 ജൂലൈ 22 വിവരാവകാശ ഭേദഗതി നിയമം 2019 ലോക്സഭയിൽ പാസ്സാക്കിയത് 2019 ജൂലൈ 22 രാജ്യസഭയിൽ പാസ്സാക്കിയത് 2019 ജൂലൈ 25 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1 ഓക്കെ, ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22, രാജ്യസഭ പാസ്സാക്കുന്നത് ജൂലൈ 25, രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് ഓഗസ്റ്റ് 1 ഓക്കെ. വിവരാവകാശ ഭേദഗതി നിയമപ്രകാരം 2019 പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ്? 13, 16, 17 എന്നീ വകുപ്പുകളാണ്. ഓക്കെ, 13, 16 27 എന്നീ വകുപ്പുകളാണ് ഭേദഗതി ചെയ്യപ്പെട്ടത്. ഓക്കെ, 13, 16, 27 എന്നീ വകുപ്പുകളാണ്. 2019 ഭേദഗതി അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷമാണ്. ഓക്കെ, വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ഉയർന്ന പ്രായപരിധി 65 വയസ്സ് തന്നെയാണ്. ഓക്കെ, ഉയർന്ന പ്രായപരിധി 65 വയസ്സ് തന്നെയാണ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയാണ്. ഓക്കെ, 2,50,000 രൂപയാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എന്ന് പറയുന്നത്. അതുപോലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം എത്രയാണ്? 2,25,000 രൂപയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ റാങ്കിന് തുല്യമായ പദവിയാണ് ക്യാബിനറ്റ് സെക്രട്ടറി. ഓക്കെ, ക്യാബിനറ്റ് സെക്രട്ടറി, അതും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ദേശീയ വിവരാവകാശ കമ്മീഷൻ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ.